സംഗമഗ്രാമ നാട്യരംഗമിതാ സംഗമഗ്രാമ നാട്യരംഗമിതാ ശതകാർത്ഥ സംഗമം ആഘോഷിപ്പൂ തുംഗശോഭം തുംഗശോഭം സ്വാഗതം 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 എല്ലാവർക്കും നമസ്കാരം. സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഇരിങ്ങാലക്കുട കഥകളി ക്ലബിൻ്റെ 10ാം ദിനത്തിൻ്റെ ഭദ്രദീപം കൊളുത്തുകയാണ്. രണ്ടുപേർക്കും ക്ലബിൻ്റെ പേരിൽ നന്ദി പറയുന്നു. ഇന്ന് സംഗമഗ്രാമഭൂമിയിലെ സാംസ്കാരിക ഭൂമിക എന്ന വിഷയത്തിൽ ഗണിതം, ശാസ്ത്രം എന്നീ വിഭാഗം ആണ് ചർച്ച ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രഭാഷണം ചെയ്യുന്നത്. ഡോക്ടർ കെ സവിത നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. സെൻറ്റ് പോൾ കോളേജ് കളമശ്ശേരിയിൽ ഗണിതശാസ്ത്ര വിഭാഗത്തിൻ്റെ HOD വർക്ക് ചെയ്യുന്ന ഡോക്ടർ കെ സവിത ഇരിങ്ങാലക്കുടക്കാരിയാണ്. ശാസ്ത്രത്തിൽ ആഭിമുഖ്യവും താല്പര്യവും പ്രകടിപ്പിച്ചവർ ഇന്ന് ബിരുദാന്ത ബിരുദവും PhD നേടി ഈ ഒരു വിഭാഗം കൈകാര്യം ചെയ്യാൻ എന്തുകൊണ്ട് പ്രാപ്തിയായ അവരെ സാദരം ഈ ഒരു പ്രഭാഷണത്തിലേക്ക് കഥകളി ക്ലബ് സ്വീകരിക്കുന്നു. പ്രഭാഷണം ആരംഭിക്കാൻ എല്ലാവർക്കും ആദ്യമേ തന്നെ ഒരു നവവത്സര ആശംസകൾ നേർന്നുകൊള്ളട്ടെ. നമസ്കാരം. എനിക്ക് ഈ ഒരു അവസരം തന്നതിന് ആദ്യമേ തന്നെ ഒരു നന്ദി പറയുകയാണ്. ഞാനിത് എന്നെ സമീപിച്ചപ്പോൾ തന്നെ ഞാൻ എൻ്റെ വിഷയത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഈ വിഷയത്തിൽ ഒരു എക്സ്പെർട്ടൈസ് ഒന്നുമല്ല, അതുകൊണ്ട് എനിക്ക് ഇതിനകത്ത് എന്താ വെച്ചാൽ ഞാൻ കൈകാര്യം ചെയ്യുന്നൊരു മേഖലയല്ല. അപ്പം അതുകൊണ്ട് തന്നെ വളരെ ആശങ്കയുണ്ടായിരുന്നു ഇത് ഏറ്റെടുക്കണോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് തോന്നി, നമ്മൾ ഇരിങ്ങാലക്കുടയിൽ നിന്ന് ഒരു കാര്യം നമ്മളോട് ഒരാൾ പറയുമ്പോൾ അത് വേണ്ടാന്ന് വയ്ക്കാനും മനസ്സ് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാനിതൊരു ചലഞ്ച് പോലെ എടുക്കുകയായിരുന്നു. എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ശേഖരിക്കാൻ പറ്റുന്ന അറിവുകൾ, അതിന് വളരെ പരിമിതി ഉണ്ട് എന്നറിയാം. ഈ വിഷയം കിട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അത് ഒത്തിരി പരിമിതിയുള്ള ഒരു റിസോഴ്സസിന്റെ വളരെ പരിമിതി അനുഭവിക്കുന്ന ഒരു ഏരിയയാണ്. എന്നിരുന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന തരത്തിൽ അതിനോടൊരു നീതി പുലർത്താൻ ശ്രമിക്കും എന്നൊരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഞാനിത് ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ അപരിമിതമായിരിക്കാം, എൻ്റെ അറിവ് വളരെ പരിമിതമാണ്. അപരിമിതമായ ഒരു അറിവിലേക്കൊന്നും എനിക്ക് എത്താൻ പറ്റിയിട്ടില്ല, അത്രയും കാര്യങ്ങളൊന്നും ശേഖരിക്കാൻ പറ്റിയിട്ടില്ല. വളരെ എന്താ പറയുക, കുറേ തിരക്കുകൾക്കിടയിൽ കുറച്ച് എനിക്ക് പറ്റിയ കാര്യങ്ങൾ തെറ്റുകൂടാതെ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് അവതരിപ്പിക്കാൻ. അത് തന്നെയാണ് ഞാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ വന്നുകൂടുന്ന എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് ആദ്യമേ തന്നെ അതിനൊരു ക്ഷമാപണം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കട്ടെ. എനിക്ക് തന്നിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് സംഗമഗ്രാമത്തിൻ്റെ സാംസ്കാരിക ഭൂമിക ഗണിതം, ശാസ്ത്രം എന്നുള്ളതായിരുന്നു. ഒരു ഗണിതശാസ്ത്ര വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ഞാൻ ഇതിനെ ഒന്ന്, നമ്മൾ സാധാരണ അങ്ങനെയാണ് ഗണിതശാസ്ത്രം പഠിക്കുക, നമ്മളെല്ലാം അനലൈസ് ചെയ്യും. അതിനെ ഒരു കോംപ്ലെക്സ് സെന്റൻസ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഘട്ടം ഘട്ടമായി അല്ലെങ്കിൽ തരം തിരിച്ച് ഓരോ ഭാഗവും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അവതരിച്ചിട്ട് അത് പഠിക്കാൻ ശ്രമിക്കും.
അപ്പൊ അതേപോലെ ഞാൻ ഈ സെന്റൻസിനെ ഒന്ന് ഡിവൈഡ് ചെയ്യാൻ ശ്രമിച്ചു ആദ്യമേ തന്നെ. അപ്പൊ അതിനകത്ത് ആദ്യം എൻ്റെ മനസ്സിലേക്ക് വന്നത് സംഗമ ഗ്രാമം എന്നുള്ള ആ ഒരു പേരാണ്. നമ്മള് ഇരിങ്ങാലക്കുടക്കയിൽ എല്ലാവർക്കും അറിയാം നമ്മൾ ഈ സംഗമ ഗ്രാമം എന്തുകൊണ്ട് പേരുണ്ടായി എന്നുള്ളതൊക്കെ. എന്നിരുന്നാലും അതിലേക്ക് കുറെ കൂടെ ഒന്ന് ഇറങ്ങി ചെല്ലാനാണ് ഞാൻ ആദ്യം ശ്രമിച്ചത്. അപ്പൊ അത് തന്നെ ഞാൻ ആദ്യം ഒന്ന് ഷെയർ ചെയ്യുവാണ്. ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇത് നമ്മുടെ ഒരു യൂറോപ്യൻ ചരിത്രത്തില് പല കാലഘട്ടമായി തിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഒരു മധ്യ കാലഘട്ടം, ഏകദേശം 5-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിനെയാണ് നമ്മൾ മധ്യകാലഘട്ടം എന്ന് നിർവഹിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ ആ സമയത്ത് കുറച്ച് ഗ്രാമങ്ങളുടെ സംഗമഭൂമിയായ ആ ഒരു പ്രത്യേക പ്രദേശത്തെയാണ് നമ്മൾ സംഗമഗ്രാമം എന്ന് അറിയപ്പെട്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിൽ ഉൾപ്പെട്ട ഗ്രാമങ്ങളിൽ നമ്മൾ ഇന്നത്തെ ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിയിലെ കുറച്ച് ഭാഗങ്ങളുണ്ട്. ആളൂര്, മുരിയാട്, വേളൂക്കര പഞ്ചായത്തുകളും അങ്ങനെ തൃശ്ശൂർ ജില്ലയുടെ കുറച്ച് ഭാഗങ്ങളെല്ലാം കൂടിച്ചേർന്ന ആ ഒരു പ്രദേശത്തെയാണ് സംഗമഗ്രാമം എന്നാണ് എനിക്ക് കിട്ടിയ ആ ഒരു ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പിന്നെ ഞാൻ അടുത്ത വാക്ക് നോക്കിയപ്പോൾ അതിനകത്ത് എനിക്ക് പറയേണ്ട 2 മേഖലകൾ പറഞ്ഞിരിക്കുന്നത്, ഒന്ന് ഗണിതം, ഒന്ന് ശാസ്ത്രം എന്നായിരുന്നു. അപ്പോൾ ശാസ്ത്രം എന്ന് പറയുമ്പോൾ സയൻസ്, അതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ വളരെ ഒരു സാധാരണ മേഖലയിൽ കൂടെ നമ്മൾ അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യന്റെ ചിന്താഗതിയിൽ കൂടെ നമ്മൾ ശ്രദ്ധിച്ചപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, ഇറ്റ്സ് എ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് സ്ട്രക്ചർ ആൻഡ് ബിഹേവിയർ ഓഫ് ഫിസിക്കൽ ആൻഡ് നാച്ചുറൽ വേൾഡ് എന്നാണ് നമുക്കൊരു സാധാരണ ഒരു മനസ്സിലാവുന്ന രീതിയിൽ അത് നിർവചിക്കാൻ പറ്റുക. എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ച രഹസ്യത്തെ നമുക്ക് വ്യവസ്ഥാപിതമായി അറിയാവുന്നത് എന്താണോ, അറിയുന്നത് എങ്ങനെയാണോ, ആ ഒരു മേഖലയെ നമുക്ക് ശാസ്ത്രം എന്ന് വിളിക്കാം. അങ്ങനെ ശാസ്ത്രത്തിന്റെ തന്നെ രാജ്ഞി എന്നാണ് ഗണിതം അറിയപ്പെടുന്നത്. അപ്പോ വിഖ്യാത ഗണിതശാസ്ത്രം, നമുക്ക് ഗണിതശാസ്ത്ര അധ്യാപികമാർ ഇവിടെ ഇരിക്കുന്നുണ്ട്, അവർക്കറിയാം നമ്മുടെ വിഖ്യാത ഗണിതശാസ്ത്രജ്ഞൻ കോൾ ഫ്രെഡറിക് ഗോസ്, അദ്ദേഹം ഗണിതശാസ്ത്രത്തെ വിശേഷിപ്പിച്ചത് ശാസ്ത്രങ്ങളുടെ രാജ്ഞി എന്നാണ്. അപ്പൊ അത് പറയുമ്പോൾ ഗണിതത്തെ കുറിച്ച് നമ്മുടെ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഒരു 4 വരി ശ്ലോകം നമ്മുടെ മനസ്സിലേക്ക് അറിയാതെ ഓടിയെത്തും. അപ്പൊ അതൊന്ന് ഞാനിവിടെ ചൊല്ലുകയാണ്. യഥാശിഖ മയൂരാണാം നാഗാണാം മണയോ തഥാ തദ്വാത് വേദാംഗ ശാസ്ത്രാണാം ഗണിതം മൂർധനി സ്ഥിതം. സംസ്കൃതം അറിയുന്നവർക്ക് ഇതിന്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. എങ്ങനെയാണോ മയൂരത്തിന്റെ ശിഖരത്തിലെ തൂവലുകൾ പോലെ അല്ലെങ്കിൽ സർപ്പത്തിന്റെ തലയിലിരിക്കുന്ന രത്നം പോലെ ശാസ്ത്രങ്ങളിൽ ഏറ്റവും വലുതാണ് ഗണിതം എന്നതിനെ കുറിച്ചാണ് ഈ 4 വരി ശ്ലോകം നമ്മളോട് പറഞ്ഞു തരുന്നത്. ഇത് ഞാൻ വളരെ നമ്മുടെ ഗുരുക്കന്മാരിൽ നിന്ന് കുറേ കേട്ടതാണ് ഈ ശ്ലോകം. അങ്ങനെ മാത്തമാറ്റിക്സ് ക്യൂൻ ഓഫ് സയൻസസ് എന്ന് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. പക്ഷെ ഈ ഒരു എനിക്ക് തന്നിരിക്കുന്ന ഈ ഒരു വിഷയത്തെ കുറിച്ച് എന്തു പറയണമെന്ന് ആലോചിച്ച് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. സംഗമഗ്രാമ ഭൂമിയിൽ നിന്നും ശാസ്ത്രങ്ങളിലേക്ക് കൊടുത്തിരിക്കുന്ന സംഭാവനകളിൽ ഏറ്റവും കൂടുതൽ കൊടുത്തിരിക്കുന്നത് ഗണിതത്തിൽ നിന്ന് തന്നെയാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. ഗണിതത്തിനോടുള്ള ഇഷ്ടം കൊണ്ട് തോന്നിയതാണോ എന്നറിയില്ല. എനിക്ക് കിട്ടിയ റിസോഴ്സസ് വെച്ച് ഞാൻ കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ കൂടുതലും വന്നിരിക്കുന്നത് ഗണിതശാസ്ത്രത്തിൽ നിന്ന് തന്നെയാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ നമ്മൾ ഇപ്പോ നമ്മുടെ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ ഒരു വിഷയം തിരയുക എന്ന് പറയുമ്പോൾ എല്ലാവരെയും പോലെ ആദ്യം നമ്മൾ അടിച്ചു കൊടുക്കുന്നത് ഗൂഗിളിലായിരിക്കും. ഇപ്പൊ ഒരു ചെറിയ കുട്ടിക്ക് പോലും നമുക്ക് പല വിവരങ്ങളും പെട്ടെന്ന് കയ്യിൽ കിട്ടുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ സെർച്ചിങ് മെഷീൻസ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ പെട്ടെന്ന് സംഗമഗ്രാമം എന്ന് കൊടുത്താൽ ആദ്യം കയറി വരുന്നത് സംഗമഗ്രാമ ഓഫ് മാധവ, അതാണ് വരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ സംഭാവനകൾ തന്നെയാണ് നമ്മുടെ ഈ സംഗമഗ്രാമ ഭൂമിയെ ഇത്രയും ഒരു വിശിഷ്ടമാക്കപ്പെട്ട് ശാസ്ത്രത്തിന്റെ സംഭാവനകളിൽ ഏറ്റവും വിശേഷപ്പെട്ടത് അദ്ദേഹത്തിന്റെ സംഭാവനകളാണ് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ സംഗമഗ്രാമ മാധവനെ കുറിച്ച് ഞാൻ കുറച്ച് എനിക്ക് നിങ്ങളുമായി ഞാൻ സംഗ്രഹിച്ചു വെച്ചിരിക്കുന്ന കുറച്ച് വിവരങ്ങൾ നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞ് നമുക്ക് അറിയാൻ കഴിയുന്നത് 1340 തൊട്ട് 1425 വരെ എന്നാണ് കണ്ടത്.
അതായത് അതിനകത്ത് സി നമ്മളെ സൂചിപ്പിക്കുന്നത് വളരെ അപ്രോക്സിമേറ്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ കാലഘട്ടം നമുക്ക് ഇപ്പോഴും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, അതാണ് ഇപ്പോൾ ഞങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരുന്നത്, നമ്മളൊക്കെ ചെറുതായിട്ട് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ പഠനകാലത്ത് ഇങ്ങനെ ഒരു ഗണിതശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ ഒരു അസ്ട്രോണമർ നമ്മുടെ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു അന്ന്. അപ്പോൾ അതെനിക്ക് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അയ്യോ, നമ്മൾ ഇത്രയും ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് നമ്മളിത് അറിഞ്ഞില്ലല്ലോ. പക്ഷെ ഇപ്പൊ ഞാൻ ഇതിനു വേണ്ടി കുറെ കാര്യങ്ങൾ വായിക്കാൻ ശ്രമിച്ചപ്പോ എനിക്ക് മനസ്സിലായി അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം ഇദ്ദേഹത്തെ കുറിച്ചുള്ള അറിവ് വന്നു തുടങ്ങിയിട്ട് ഒരു 25 വർഷമൊക്കെ ആയിട്ടുള്ളൂ. ഇദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നെന്നും ഇദ്ദേഹത്തിന്റെ സംഭാവനകൾ ഇത്രയും അമൂല്യമായിരുന്നെന്നും ഒക്കെ ചരിത്രകാരന്മാരെ കണ്ടുപിടിച്ച് നമ്മുടെ ലോകത്തേക്ക് കൊണ്ടു തന്നിട്ട് ഇത്രയും വർഷങ്ങളെ ആയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കതിനെയും കുറെ കൂടെ അറിയാനുണ്ട്, ഇതിന്റെ സോഴ്സുകൾ നമുക്ക് കിട്ടാനുണ്ട്. പക്ഷെ പലതും നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. അപ്പൊ ഈ ഒരു പരിമിതികൾ നമുക്ക് വളരെ ഉള്ളത് തന്നെയാണ് എന്നുള്ളത് വളരെ സങ്കടം തരുന്ന ഒരു അവസ്ഥയാണ്. എന്നിരുന്നാലും നമുക്ക് കിട്ടിയൊരു വിവരങ്ങൾ നമുക്കൊന്ന് പങ്കുവയ്ക്കാം. അദ്ദേഹം he is known as the founder of Kerala School of Astronomy and Mathematics in the late Middle Ages. നമ്മുടെ മീഡിയൽ ഏജസിലെ ശാസ്ത്രങ്ങളുടെ സംഭാവന നോക്കുമ്പോൾ പ്രത്യേകിച്ചും ഗണിതശാസ്ത്ര സംഭാവനകൾ കേരളത്തിൽ നിന്ന് ഒത്തിരി ഉണ്ടായ ഒരു കാലഘട്ടമാണത്. അപ്പൊ അതിൽ തന്നെ ഗണിതശാസ്ത്രത്തിന്റെ സംഭാവനകൾ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന നൽകിയുള്ള ഒരാളായിരുന്നു നമ്മുടെ സംഗമ ഗ്രാമ മാധവ എന്ന് പറയുന്ന മാധവൻ നമ്പൂതിരി. അദ്ദേഹത്തിന്റെ സംഭാവനകള് നമുക്ക് സത്യം പറഞ്ഞാൽ എണ്ണിത്തിട്ടപ്പെടുത്താനൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ എന്നാലും കൂടുതലായിട്ടും നമ്മൾ കാണുന്നത് ഇൻഫിനിറ്റ് സീരീസ്, കാൽക്കുലസ്, ജിയോമെട്രി, ട്രിഗണോമെട്രി, ഓൾജിബ്ര എന്ന് തുടങ്ങുന്ന ഗണിതത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ എല്ലാ മേഖലകളിലും അദ്ദേഹം സംഭാവന ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ തന്നെ ആ ഇൻഫിനിറ്റ് സീരീസ് അപ്രോക്സിമേഷൻ, ഇൻഫിനിറ്റ് സീരീസ് സമ്മേഷൻ എന്നുള്ള ആ ഒരു ആശയം അദ്ദേഹമാണ് ആ കാലഘട്ടത്തിലാണ് വന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ട്രിഗണോമെട്രി, പ്രത്യേകിച്ചും അപ്രോക്സിമേഷൻ ഓഫ് എ റേഞ്ച് ഓഫ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. അന്നൊന്നും അതിനു മുമ്പ് വരെ നമ്മൾ ഓൾജിബ്ര മാത്രം അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ഇങ്ങനെ ഒരു സീരീസ് എക്സ്പാൻഷനെ കുറിച്ചൊന്നും അറിവില്ലാത്ത കാലഘട്ടത്തിലാണ് നമ്മുടെ സംഗമഗ്രാമ മാധവൻ ഇത് എങ്ങനെയും എക്സ്പ്രസ് ചെയ്യാം എന്ന് പറയുകയും അതിൽ നിന്ന് പൈയുടെ മൂല്യത്തിലെ അപ്രോക്സിമേഷനിലേക്ക് വരെ വളരെ അടുത്തുള്ള വാല്യൂ ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാൻ കരുതി പോലും അദ്ദേഹത്തിന്റെ സീരീസുകൾ ഉപയോഗിക്കപ്പെട്ടു എന്നറിയുമ്പോൾ നമുക്കത് എത്രമാത്രം സന്തോഷം തരുന്നൊരു കാര്യമാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. പക്ഷേ എന്താണ് നമുക്ക് ഇപ്പൊ നമ്മുടെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന്റെ ജീവിതകാലത്തെ കുറിച്ചോ സംഭാവനകളെ കുറിച്ചോ ഒരു വ്യക്തമായ രേഖകൾ നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുടെ വർക്കുകൾ അനലൈസ് ചെയ്തിട്ട് അതിൽ അവരെന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്, അത് ഏത് കാലഘട്ടത്തിലാണ് അവതരിപ്പിക്കപ്പെട്ടത്, അങ്ങനെയൊക്കെ വെച്ചുകൊണ്ട് ചരിത്രകാരന്മാര് രചിച്ച അല്ലെങ്കിൽ ചരിത്രകാരന്മാരെ തിട്ടപ്പെടുത്തിയ കാലഘട്ടമാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടമാണ് എന്ന് വരെ നമുക്കിപ്പോ കിട്ടുന്ന അറിവ് അത്രയേ ഉള്ളൂ. അപ്പൊ അതിന്റെയൊക്കെ ആധികാരികതയോ അതൊന്നും നമുക്കിപ്പോ പറയാൻ പറ്റുന്നില്ല. പിന്നെ അദ്ദേഹം യൂറോപ്പിൽ കണ്ടുപിടിച്ച് ഇപ്പൊ നമ്മളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. മെക്ലോറിൻ സീരീസ്, ലെബനിറ്റ്സ്, കാൽക്കുലസ്, അങ്ങനെ ഒരു വളരെ വ്യക്തമായ ധാരണയിൽ നമ്മളെല്ലാം അവരുടെ പേര് വെച്ചിട്ടാണ് ആ കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ ഗണിതശാസ്ത്ര വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് അതിനും 200 വർഷം മുമ്പ് നമ്മുടെ ഈ ഭൂമിയിൽ അത് ഉണ്ടായിരുന്നു എന്നറിയുമ്പോൾ നമുക്ക് എത്രമാത്രം അഭിമാനപ്പെടേണ്ട ഒരു കാര്യമാണെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. എനിക്കൊരു ഇത് കിട്ടിയത് ഇങ്ങനെയാണ്. നമ്മുടെ ഒരു എന്താ പറയാ ചാൾസ് വിഷ് എന്ന് പറയുന്ന ഒരു ഗണിതശാസ്ത്രജ്ഞൻ 1834 അദ്ദേഹത്തിന്റെ ഒരു മാനുസ്ക്രിപ്റ്റ്, അദ്ദേഹത്തിന്റെ ഒരു പേപ്പർ പബ്ലിഷ് ചെയ്തു. അപ്പൊ ആ പബ്ലിഷ് ചെയ്ത വർക്കില് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ന്യൂട്ടൺ, ലെബനിറ്റ്സ്, ഗ്രിഗറി അവരൊക്കെയാണ് ഈ സീരീസ് എക്സ്പാൻഷന്റെ ആധികാരികതയുള്ള ആൾക്കാരെന്ന് നമ്മൾ പഠിക്കുകയും നമ്മളിപ്പോ കുട്ടികളെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയും ചെയ്യുന്ന അങ്ങനെയാണ്. ദിസ് ഇസ് ന്യൂട്ടൺ സീരീസ്, ദിസ് ഇസ് ലെബനിറ്റ്സ് സീരീസ്, മെക്ലോറിൻ സീരീസ്, ഓൾ ദീസ് ആർ കമ്മിങ് അണ്ടർ ദ നെയിം ഓഫ് യൂറോപ്യൻസ്. പക്ഷേ ഇത് അതിനു മുമ്പ്
എത്രയോ വർഷം മുമ്പ് കേരള സ്കൂളിന്റെ ഇന്ന ആളിത് കണ്ടുപിടിച്ചിട്ടുണ്ടെന്നും ഇതൊന്നും ഇവരുടെ സംഭാവനകളല്ല, ഇതൊക്കെ സംഗമഗ്രാമ മാധവന്റെ പുനരാവിഷ്കാരമാണ് എന്ന് അദ്ദേഹം ആ പേപ്പറിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും വളരെ ആധികാരികമായി പറയുന്ന കുറച്ച് സംഗമഗ്രാമ മാധവനെ കുറിച്ചുള്ള സംഭാവനകളെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ പറയുന്നത്. അത് അദ്ദേഹം എഴുതിയത് 1834, ദാറ്റ് മീൻസ് ഇറ്റ് ഇൻ ദ സെഞ്ചുറി 17 to 18 സെഞ്ചുറിയുടെ ആ കാലഘട്ടത്തിലാണ് അദ്ദേഹം അത് കണ്ടുപിടിക്കപ്പെടുന്നത്. അപ്പൊ അപ്പോഴും നമ്മുടെ ഇവിടെ എനിക്ക് തോന്നുന്ന പലതും അങ്ങനെയാണ്. നമ്മുടെ വേദിക് മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ വേദങ്ങൾ ഇതൊക്കെ പുറം നാടുകളിൽ അറിയപ്പെടാതെ പോയത് നമ്മുടെ ഒരു ഭാഷയുടെ പ്രശ്നം കൊണ്ടാവാം. അത് അതുപോലെ തന്നെ ഇതും പലതും നമ്മൾ അറിയപ്പെടാതെ പോയി എന്നുള്ളതാണ്. അപ്പൊ ഇനിയെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി വരുന്ന തലമുറയെങ്കിലും നമ്മൾ അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, നമ്മളെ കൊണ്ടാകുന്ന വിധം ഇവിടുത്തെ എല്ലാ ഗണിതശാസ്ത്രത്തെ സ്നേഹിക്കുന്നവരും ഗണിതശാസ്ത്ര അധ്യാപകരും എല്ലാം ചേർന്നുകൊണ്ട് നമ്മുടെ ഈ സംഗമഗ്രാമ ഭൂമിയിൽ നിന്ന് ഇത്രയും കാലം മുമ്പ് വളരെ പ്രാധാന്യകരമായ നടന്നുപോയ ഈ വർക്കുകൾ ഒന്ന് കുട്ടികളെ പരിചയപ്പെടുത്താനും അവർക്ക് അതിനുള്ള അവബോധം നൽകാനും ഒക്കെ ആയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുക അത് വലിയൊരു കാര്യമായിരിക്കും. എന്തായാലും നമ്മള് സംഗമഗ്രാമ മാധവനെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നുണ്ട്. അതായത് ഇപ്പൊ നമുക്കൊരു മാധവ മാത്തമാറ്റിക്സ് അവാർഡ് കുട്ടികൾക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് NBHM ആണ് അതിന്റെ ഫണ്ട് സ്പോൺസർ ചെയ്യുന്നത്. NBHM എന്ന് പറഞ്ഞാൽ നാഷണൽ ബോർഡ് ഫോർ ഹയർ മാത്തമാറ്റിക്സ്. അപ്പൊ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന് ഗണിതശാസ്ത്രത്തിലുള്ള അഭിരുചി വളർത്താനും പിന്നെ അവർക്ക് ബിരുദാനന്തര ബിരുദങ്ങളും ഗവേഷണ ബിരുദങ്ങളും ചെയ്യാൻ ആവശ്യമായ സ്കോളർഷിപ്പുകളൊക്കെ നൽകുന്ന ഒരു സംഘടനയാണ് NBHM. ആ NBHM മാധവയുടെ പേരിൽ ഒരു അവാർഡ് തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അറിയുന്നത് നമുക്ക് വളരെ സന്തോഷിക്കാവുന്നതും അഭിമാനിക്കാവുന്നതുമായ ഒരു കാര്യം തന്നെയാണ്. അതിന്റെ പ്രൈസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഹോമി ഭാഭ സെന്റർ ഫോർ സയൻസ് എഡ്യൂക്കേഷൻ മുംബൈ ആണ്. അതുപോലെ അവരുടെ കൂടെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാത്തമാറ്റിക്സ് SP കോളേജ് പൂനെയാണ്. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ നാട്ടില് ഇഷ്ടംപോലെ കോളേജുകള് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ആരും ചെയ്യാത്ത ഒരു കാര്യം നമ്മുടെ ഇവിടത്തെ നിന്നുള്ള ഇത്രയും അദ്ദേഹത്തിന്റെ പേരിൽ ഏർപ്പെടുത്തി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും മനസ്സിലേക്ക് ഒരു ചെറിയ വിഷമമാണ് വന്നത്. അയ്യോ നമ്മളൊന്നും ചെയ്തില്ലല്ലോ എന്നുള്ളത്. നമുക്കത് ആലോചിക്കാം, എന്താന്ന് വെച്ചാൽ പറ്റുന്ന പോലെ നമുക്ക് അതിനു വേണ്ടി പരിശ്രമിക്കാം എന്നും കൂടെ നമുക്കൊന്ന് ആലോചിക്കാവുന്നതാണ്. അതേപോലെ ഒരു സ്ഥലത്ത് നമുക്ക് പൂനെ, മഹാരാഷ്ട്രയിൽ പൂനെയിൽ മാധവ മാത്തമാറ്റിക്സ് അക്കാഡമി ഉണ്ട്. അപ്പൊ അവിടെ ഇത് തന്നെയാണ് മാത്തമാറ്റിക്സിന്റെ വിദ്യാർത്ഥികളെ പ്രൊമോട്ട് ചെയ്യാനും അവരുടെ റിസർച്ച് ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അവർ തുടങ്ങിയ അക്കാഡമിയാണ് മാധവ മാത്തമാറ്റിക്സ് അക്കാഡമി. നമ്മുടെ സെന്റ് ജോസഫ്സ് കോളേജിലും അതിന്റെ ചെറിയൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇതിൽ കൂടുതലായിട്ടും നമുക്ക് നമ്മുടെ ഇരിങ്ങാലക്കുടയിൽ നിന്ന് ഈ സംഗമഗ്രാമത്തിൽ നിന്ന് ഇതിനു വേണ്ടി നമ്മളുടെ പരിശ്രമവും അതുകൊണ്ട് ഫലമായി എന്തെങ്കിലും ഉരുത്തിരിയും എന്നൊരു പ്രതീക്ഷ നമുക്ക് ഈ ഒരു പുതുവത്സര സമയത്തിൽ നമുക്കൊന്ന് പ്രതീക്ഷിക്കാം. ഇത്രയുമാണ് ഞാൻ നിങ്ങളുമായിട്ട് സംഗമഗ്രാമ മാധവനെ കുറിച്ച് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുള്ളൂ. 1/2 മണിക്കൂറാണ് എനിക്ക് തന്നിരിക്കുന്ന സമയം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് പറയാനുള്ളത് ശാസ്ത്രത്തിലുള്ള നമ്മുടെ സംഭാവനകളെ കുറിച്ചാണ്. ഇപ്പോ ഗണിതശാസ്ത്രത്തില് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയത് ആധികാരികമായി പറയാൻ പറ്റിയത് സംഗമഗ്രാമ മാധവനെ കുറിച്ചാണ്. പക്ഷെ അതല്ലാതെയും നമ്മുടെ പല സ്ഥലത്തും നമ്മുടെ ഗണിതശാസ്ത്രത്തിലെ കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം. പക്ഷെ അതൊന്നും ലിഖിത രൂപത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആധികാരികമായ രീതിയിൽ എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിനെപ്പറ്റി ഒന്നും പറയാതിരുന്നത്. പക്ഷെ ഇപ്പൊ എന്നോട് മാഷ് പറഞ്ഞു, ഇവിടെ ഇപ്പൊ രാമചന്ദ്രൻ എന്ന് പറഞ്ഞൊരു സാറുണ്ട്, സാറ് വളരെ നന്നായിട്ട് അത് കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടുന്ന മുറയ്ക്ക് നമുക്ക് അതിന്റെ തീരുമാനം കൂടുതൽ കാര്യങ്ങൾ ചർച്ചയ്ക്കായും അല്ലെങ്കിൽ അവരെയൊക്കെ അവതരിപ്പിക്കാനുള്ള അവസരം ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ നമ്മളപ്പോ സയൻസിലേക്ക് കടക്കുകയാണെങ്കിൽ എല്ലാവരുടെയും ആദ്യമേ തന്നെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്നത് നമ്മുടെ രാധാകൃഷ്ണൻ സാർ തന്നെയാണ്. ഡോക്ടർ K രാധാകൃഷ്ണൻ. അദ്ദേഹം നമ്മുടെ നാഷണൽ സ്കൂളിൽ നിന്ന് സ്കൂൾ വിദ്യാഭ്യാസം കഴിയുകയും ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് അദ്ദേഹത്തിന്റെ ബിരുദം നേടുകയും ചെയ്തതിന് ശേഷമാണ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലും IIM-ലും IIT-ന്ന് PhD ഒക്കെ കരസ്ഥമാക്കിയത്. അപ്പോൾ അദ്ദേഹത്തെ പോലെയുള്ള ഒരു സ്പേസ് സയന്റിസ്റ്റിനെ നമ്മുടെ നാട് സംഭാവന ചെയ്തു എന്ന് പറയുമ്പോൾ അതിൽ പരം എന്താ പറയുക, അദ്ദേഹം വളരെ ശക്തമായ ഒരു പൊസിഷനിലാണ്. ISRO-ന്റെ ചെയർമാൻ ആയിരുന്നു, VSS ഡയറക്ടർ ആയിരുന്നു, ഇപ്പോഴും വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്പേസ് സയന്റിസ്റ്റ് ആണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും നമുക്ക് പ്രതീക്ഷിക്കാനില്ല. ഇത്രയും നല്ല കോൺട്രിബ്യൂഷൻ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് പറയുമ്പോൾ വളരെ അഭിമാനവും സന്തോഷവും തോന്നുന്ന നിമിഷങ്ങൾ തന്നെയാണ്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കാണാൻ പറ്റിയത്
തച്ചുശാസ്ത്രത്തില് നമ്മുടേതായ കുറേ സംഭാവനകൾ നമ്മുടെ നാട്ടിൽ നിന്നുണ്ടായിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് മനസ്സിലാവുന്നത് കൊല്ലങ്കോട് മഹാരാജാവിൽ നിന്ന് പട്ടും വളയും ലഭിച്ചിട്ടുള്ള കുറേ തച്ചുശാസ്ത്രജ്ഞര് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അതിലൊരു പേര് എനിക്ക് കിട്ടിയത് അമ്മനൂർ കൊച്ചുകുട്ടൻ എന്ന് പറയുന്ന ആശാരി ആണ്. അദ്ദേഹത്തിന്റെ ചെറുമകൻ ഇപ്പോഴും ആ ഫീൽഡിൽ തന്നെ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെ ഒരു ചേലൂർ രാമസ്വാമി എന്ന് പറയുന്ന അദ്ദേഹവും ഈ ഒരു തച്ചുശാസ്ത്രത്തില് കുറച്ചുകൂടെ വൈദഗ്ധ്യം തെളിയിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് വളരെ വിശദമായ ഇതിലല്ല എനിക്ക് കിട്ടിയത്, കുറച്ച് കാര്യങ്ങളാണ് അദ്ദേഹത്തിന് അതിന്റെ പരിമാണത്തിൽ മനസ്സിലായത്. പിന്നെ നമുക്ക് അടുത്ത ഒരു ഏരിയ എന്ന് പറയുമ്പോൾ ഞാൻ സയൻസിനെ പറ്റി ആലോചിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് ആരോഗ്യശാസ്ത്രം തന്നെയാണ്. ആരോഗ്യശാസ്ത്രം എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഫീൽഡാണ്. മെഡിക്കൽ ഫീൽഡിൽ പണ്ട് മുതലേ നമ്മുടെ ഇരിങ്ങാലക്കുടയിൽ ഒത്തിരി ആൾക്കാർ അതിൽ മുന്നോട്ട് വന്നിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള പഴയ ആൾക്കാർക്കൊക്കെ അത് കുറെ അറിയാമായിരിക്കാം. അതായത് വിഷചികിത്സയിൽ നമുക്ക് വളരെ പേര് കേട്ട ഒരു വിദഗ്ധ നമുക്കുണ്ടായിരുന്നു, കൊറോളി മഠം ലക്ഷ്മിക്കുട്ടിയമ്മ എന്ന് പറയുന്നത്. അപ്പൊ എനിക്കൊന്നും അത്ര, പക്ഷെ എൻ്റെ മുത്തശ്ശനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ. അപ്പൊ അതൊക്കെ നമുക്ക് വളരെയധികം സന്തോഷിക്കാനും ആനന്ദിക്കാനും അല്ലെങ്കിൽ അഭിമാനിക്കാൻ ഇടവരുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ അതുപോലെ ഒരു വട്ടുമൂപ്പന്റെ കാര്യം ഞാൻ എവിടെയോ വായിച്ചപ്പോൾ കണ്ടു. ഇതൊക്കെ പ്രാചീന ചികിത്സാ രീതികളാണ്, പക്ഷെ എന്നിരുന്നാൽ പോലും അന്നാളിൽ ഉണ്ടായിരുന്ന ആ സംഭാവനകൾ അല്ലെങ്കിൽ അവർ അത്രയും വിദഗ്ധരായിരുന്നു എന്നുള്ളത് അറിയുമ്പോൾ നമുക്കത് വളരെ സന്തോഷം തരുന്നുണ്ട്. പിന്നെ നല്ല തറയിൽ ഗോപിനാഥ മേനോൻ എന്ന് പറയുന്ന നേത്രരോഗ ചികിത്സാ വിദഗ്ധൻ ഇവിടെ നമ്മുടെ തന്നെ സ്വന്തം ഇരിങ്ങാലക്കുടയിലാണ് ഉണ്ടായിരുന്നത്. പിന്നെ അതേപോലെ ഇനിയും ഒത്തിരി ഒത്തിരി നമ്മുടെ ഈ ആരോഗ്യരംഗത്ത് പേര് തെളിയിച്ച ഒത്തിരി പ്രാഗൽഭ്യരെ നമ്മുടെ ഇരിങ്ങാലക്കുട നാടിന് സംഭാവന ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇപ്പോ നമ്മൾ സെർച്ച് ചെയ്താൽ ആദ്യം നമ്മുടെ മുന്നിലേക്ക് ഓടിയെത്തുന്ന പേര് എന്ന് പറയുന്നത് ഗംഗാനൻ ഡോക്ടർ തന്നെയാണ്. അത് അതിൽ സംശയമൊന്നുമില്ല. അദ്ദേഹത്തിനെ നമ്മളെല്ലാവരും കാണുന്നത് അർബുദ രോഗികളുടെ ഒരു ആശാകേന്ദ്രം എന്ന് തന്നെയാണ് അദ്ദേഹത്തെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുക. അത്രയും സൗമ്യനായ, അത്രയും വളരെ ആത്മാർത്ഥമായി രോഗികളുമായി ഇടപഴകുന്ന അദ്ദേഹത്തിന്റെ കുറെ ക്ലാസ്സുകൾ എനിക്ക് കേൾക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹവും ഭാര്യയും രണ്ടുപേരും ഈ ഒരു സേവന രംഗം പോലെയാണ് ഇതിനെ കാണുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് അദ്ദേഹത്തിന്റെ അമ്മ ഞാൻ മനസ്സിലാക്കുന്നത്, അദ്ദേഹം ജനിച്ചത് കോയമ്പത്തൂരാണെന്നാണ് ഞാൻ ആദ്യം മനസ്സിലാക്കിയത്. അപ്പൊ ഞാൻ വിചാരിച്ചു അയ്യോ അദ്ദേഹത്തെ നമുക്ക് ഇരിങ്ങാലക്കുടക്കാരനായിട്ട് കണക്കാക്കാൻ പറ്റുമോ എന്ന്. പക്ഷെ ഞാൻ കുറച്ചുകൂടി ഒന്ന് ശ്രമിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിന്റെ അമ്മ വടവട്ടത്ത് സരസ്വതി അമ്മ എന്ന് പറഞ്ഞ ഇരിങ്ങാലക്കുടയിൽ പേര് കേട്ടൊരു തറവാടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വേരുകൾ ഇവിടെ തന്നെയാണ്. പിന്നെ അദ്ദേഹം നാഷണൽ സ്കൂളിലും ക്രൈസ്റ്റ് കോളേജിലും ഒക്കെ പഠിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അദ്ദേഹത്തിന്റെ അച്ഛൻ തിരുപ്പൂര് അവിടെ ടെക്സ്റ്റൈൽ എന്തോ ഇതിലകത്ത് ജോലിപരമായി അവിടെ പോയത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജനനം കോയമ്പത്തൂരായി പോയത്. അല്ലെങ്കിൽ നമുക്ക് ജനനവും അദ്ദേഹം ഇവിടെ നമ്മുടെ തന്നെ ഇരിങ്ങാലക്കുടയുടെ സ്വന്തം പുത്രനെന്ന് നമുക്ക് അഭിമാനത്തോടു കൂടെ പറയാവുന്ന വ്യക്തിയാണ് ഡോക്ടർ PV ഗംഗാധരൻ. അദ്ദേഹം ഞാൻ പറഞ്ഞ പോലെ നാഷണൽ സ്കൂള്, ക്രൈസ്റ്റ് കോളേജ് അവിടെ എല്ലാം തന്നെയാണ് പഠിച്ചിരിക്കുന്നത്. പിന്നെ എനിക്ക് ഒരു കുറച്ച് കാര്യം എവിടെയോ വായിച്ചപ്പോൾ ഞാൻ വായിച്ചത് ഇതാണ്: ഏഷ്യയിലെ ആദ്യ വനിതാ ചീഫ് എഞ്ചിനീയർ ഒരു PK ത്രേസ്യ, അത് ഇരിങ്ങാലക്കുടക്കാരിയാണ് എന്നൊക്കെ കാട്ടൂർ. അപ്പൊ അത് ഇരിങ്ങാലക്കുടാന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പൊ അതൊക്കെ നമുക്കിങ്ങനെ വായിക്കുമ്പോൾ ഒത്തിരി നമ്മളറിയാം. അപ്പൊ എനിക്ക് ആകെ ഈ ഒരു കാര്യം കൊണ്ട് എനിക്ക് കിട്ടിയ ആ ഒരു എന്താ പറയാ ഒരു സന്തോഷം എന്ന് പറയുന്നത് അതാണ്. നമ്മൾ ഇതിനെപ്പറ്റി അല്ലെങ്കിൽ വായിക്കുക എന്ന് പറയുന്നത് വളരെ എന്താ പറയാ വളരെ ഇതില്ലാത്തൊരു കാര്യമായിരുന്നു. പക്ഷെ അത് അങ്ങനെ അത് കാണാൻ പറ്റിയായിരുന്നു. പിന്നെ അതേപോലെ ഒരു HF-24 എന്താ പറയാ ബോംബർ ഫ്ലൈറ്റ്, അതിന്റെ ഒരു ഡിസൈനില് ഒരു വർഗീസ് തെക്കേത്തല എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇവരൊക്കെ ആ കാലത്ത് തന്നെ സയൻസിന് അതൊക്കെ മേ ബി നൈബറിങ് ഇതായിരിക്കാം. അപ്പൊ അവരൊക്കെ ഇത്രയും മാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെട്ട ആധികാരികമായി നമുക്ക് വളരെ പറയാൻ പറ്റുന്ന ഒത്തിരി ആൾക്കാര് നമുക്ക് പല പല അപ്പൊ അദ്ദേഹത്തിനെ കൂടുതൽ എനിക്ക് വിവരങ്ങൾ കിട്ടിയിട്ടില്ല അവരെയൊക്കെ. പക്ഷെ ഇതൊക്കെ നമുക്ക് വളരെ പരിമിതമായ അറിവുകളിൽ നിന്ന് അല്ലെങ്കിൽ വളരെ പരിമിതമായ സമയം കൊണ്ട് കിട്ടിയ അറിവുകൾ ഒന്ന് ക്രോഡീകരിച്ചു എന്നേ ഉള്ളൂ. ഇതൊക്കെ കൂടുതൽ പഠിക്കേണ്ടതായ വിഷയങ്ങളാണ്. അത് ചരിത്രകാരന്മാർ അതിൽ കൂടുതൽ ചെയ്യുമെന്ന് നമുക്കൊന്ന് ആശ്വസിക്കാം. അതായത് അതിലാണ് പ്രതീക്ഷ. കാരണം നമ്മളെയൊക്കെ സംബന്ധിച്ച്
ഇത് ഒന്ന് എഴുതി അല്ലെങ്കിൽ ഈ രീതിയിൽ പഠനം നടത്തുകയും അതിനെ പുറത്തു കൊണ്ടുവരികയും ശ്രമിക്കുന്നതിനെ നമുക്ക് മനസ്സുകൊണ്ട് തന്നെ വന്ദിക്കണം. കാരണം ഇതൊക്കെ നമ്മുടെ പുതിയ തലമുറ അറിയാതെ പോകരുത്. അപ്പൊ അതിനുവേണ്ടി നമ്മളാൽ ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു വേദി ഒരുക്കി തന്നവരോട് എല്ലാ വിധത്തിലുള്ള എൻ്റെ ആത്മാർത്ഥമായ അഭിനന്ദനം ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അങ്ങനെയുള്ളൊരു ഇത് വന്നതുകൊണ്ടാണല്ലോ നമ്മൾ ഇത്രയും ഇതിനെപ്പറ്റി പഠിക്കാൻ ശ്രമിച്ചത്. അപ്പൊ അതുകൊണ്ട് അത് വളരെ ആത്മാർത്ഥമായ അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ നമ്മുടെ ഇരിങ്ങാലക്കുട എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമം വളരെ അനുഗ്രഹീതമാണ്. കാരണം 2 പ്രധാനപ്പെട്ട ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് നമ്മുടേതായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒന്ന് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ സെന്റ് ജോസഫ്സ് കോളേജ് ഓട്ടോണമസ്, അതേപോലെ ക്രൈസ്റ്റ് കോളേജ് ഓട്ടോണമസ്. രണ്ടും എത്രയോ വർഷം 60 വർഷത്തിന് മേലെ 6 നൂറ്റാണ്ടുകൾക്കപ്പുറം പാരമ്പര്യമുള്ള വളരെ വളരെ വലിയ അല്ലെങ്കിൽ വളരെ പ്രഗത്ഭരായ അധ്യാപകരും അതുപോലെ തന്നെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് ഒരു ഫാർസൈറ്റോട് കൂടെ ഇങ്ങനെ 2 ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ 2 ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ ഇരിങ്ങാലക്കുടയിൽ തുടങ്ങണം അന്ന് കാണിച്ച ആ ഒരു ദീർഘവീക്ഷണം അത് ആരുടെയൊക്കെയോ പരിശ്രമം ഫലം കൊണ്ട് ഉണ്ടായതാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം വളരെ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് പഠിക്കാൻ അവസരം നൽകി തന്നു. അപ്പൊ അതൊക്കെ ചെയ്ത ആ മഹാരഥന്മാരെ ആത്മാർത്ഥമായ ഒരു നന്ദി അറിയിക്കാൻ കൂടെ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അത് എന്തുകൊണ്ട് ഞാനിപ്പോ പറഞ്ഞു എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു സംഭാവനകൾ, അതായത് സയൻസിലായാലും ശാസ്ത്രത്തിലായാലും ഏത് ഫീൽഡിലായാലും സംഭാവന നൽകുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ആ ഒരു ഗ്രാമത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള പങ്ക് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പൊ അങ്ങനെ 2 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായി എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി മഹാരഥന്മാരെ അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളത് നമുക്കത് വളരെ അഭിമാനിക്കാവുന്ന കാര്യങ്ങളാണ്. കാരണം ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈവൻ കുറെ ISRO സയന്റിസ്റ്റുമാർ ഇപ്പോഴും നമ്മുടെ ചന്ദ്രയാന്റെ ഫലമായിട്ട് അല്ലെങ്കിൽ അവിടെയൊക്കെ വർക്ക് ചെയ്യുന്നതിന്റെ കൂട്ടത്തില് നമ്മുടെ ഇവിടെ നിന്നൊക്കെ പഠിച്ചിറങ്ങിയ ഒത്തിരി വിദ്യാർത്ഥികൾ, പഴയ പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ അവിടെ ഉണ്ട് എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. അപ്പൊ അവര് ചെയ്ത ആ ഒരു സംഭാവന, മിഷണറിമാരും അല്ലെങ്കിൽ അതിനു വേണ്ടി നമ്മുടെ സ്ഥലം കൊടുത്ത ആ സമയത്തെ ആൾക്കാർ, അതിനുവേണ്ടി അനുവാദം കൊടുത്തവര്, അങ്ങനെ അവരുടെയൊക്കെ പരിണിതഫലമായിട്ടാണ് ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ പറ്റിയതും. അതിൽ കൂടെ ഒത്തിരി നമുക്ക് സയൻസിനായാലും ശാസ്ത്രത്തിനായാലും ഗവേഷണത്തിനായാലും എല്ലാത്തിനും സംഭാവനകൾ നൽകാൻ പറ്റി എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ മാത്രമല്ല, നമുക്ക് നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിലും നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇവിടെ ഉണ്ടായിട്ടില്ല. കാരണം ഒത്തിരി സ്ഥാപനങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട്. ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ, ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ, നാഷണൽ ഹൈസ്കൂൾ, ഡോൺ ബോസ്കോ, ഭവൻസ് വിദ്യാമന്ദിർ, പിന്നെ ക്രൈസ്റ്റ് ഇപ്പൊ വന്നിട്ടുണ്ട്, ICSE. അപ്പൊ അങ്ങനെ നമുക്ക് ഈ ഒരു സംഗമ ഗ്രാമത്തില് വിദ്യാഭ്യാസത്തിന് വേണ്ടി നമുക്ക് ഒരു ബുദ്ധിമുട്ടും നമ്മുടെ കുട്ടികൾ, ഇന്നത്തെ കുട്ടികൾ അനുഭവിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് നമ്മുടെ എല്ലാവരുടെയും അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രയത്നിച്ച എല്ലാവർക്കും അഭിമാനിക്കാവുന്ന വകയാണ്. അതിൽ കൂടെ നമ്മുടെ ഗ്രാമത്തിൽ നിന്ന് ഒത്തിരി സംഭാവനകൾ നാടിനും നൽകാൻ പറ്റി എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഇത്രേ ഒക്കെ തന്നെ എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്നെ ശ്രമിച്ചിരുന്ന എല്ലാവർക്കും ആത്മാർത്ഥമായി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നിർത്തരുത്. 2 കാര്യങ്ങൾ കൂടി. സംഗമ ഗ്രാമഭൂമി ഏരിയയിൽ മാത്രമേ സംഭാവനയ്ക്ക് നിരവധി സിമ്പോസിയങ്ങളും സെമിനാറുകളും നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ വരുന്ന വിദ്യാർത്ഥിനികൾക്ക് ആ സിമ്പോസിയത്തിൻ്റെ അനുഭവം പങ്കുവയ്ക്കാൻ എന്തെങ്കിലും ഓർമ്മകൾ, കണ്ടെത്തലുകൾ, ആ സെമിനാറിൽ നിന്നുമുള്ള നിർദ്ദേശങ്ങൾ, എങ്ങനെയാണ് ഈ ആധുനിക കാലഘട്ടത്തിലേക്ക് അത് വെളിച്ചം വീശുന്ന രീതിയിലുള്ള ഇൻഫർമേഷൻസ് അത് കണ്ടെത്തിയത്. അപ്പോൾ ആ ഒരു സിമ്പോസിയങ്ങളായാലും ചർച്ചകളായാലും അത് വളരെ ക്ലോസ് ടു അതിൻ്റേതായിട്ടുള്ള ആൾക്കാരുടെ ഒരു സാമാന്യമായ ഇരിങ്ങാലക്കുട പ്രേക്ഷകരെ നാടിനെ അറിയിക്കുന്നു. അതിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ എന്താണ് ദർശനങ്ങൾ കിട്ടിയതെന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് സൂചിപ്പിക്കാൻ, ഓർമ്മയിലുള്ളത് ഒന്ന് പങ്കുവയ്ക്കാൻ സാധിക്കും. നിരവധി സെമിനാറുകളും ഇദ്ദേഹത്തെ കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ. സെമിനാറുകൾ, സിമ്പോസിയങ്ങൾ യൂണിവേഴ്സിറ്റീസ് ആയാലും കോളേജസ് ആയാലും കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. കുറവാണ്. അതായത് ഞാൻ മനസ്സിലാക്കിയതല്ലേ നമ്മളെ സെന്റ് ജോസഫ് കോളേജിൽ അതായത് അവരൊരു മ്യൂസിയം പോലെ അത് ഇങ്ങനെ ഒരാളുണ്ടായിരുന്നെന്നും അദ്ദേഹത്തിന്റെ
മേഖല ഇതായിരുന്നെന്നും അദ്ദേഹം ചെയ്ത സംഭാവന ഇതായിരുന്നൊക്കെ അറിയിക്കുന്ന തരത്തിൽ ഒരു ചെറിയ മ്യൂസിയം, പിന്നെ അവിടെ ഒരു എന്താ പറയുക താളിയോല ഗ്രന്ഥങ്ങളുടെ ഒരു സ്റ്റഡി ചെയ്യുന്ന ഒരു അധ്യാപിക അവിടെ ഉണ്ടെന്ന് നമ്മൾ അറിയുന്നു. അപ്പൊ അവരെ ഞാൻ കോണ്ടാക്ട് ചെയ്തിരുന്നു. അപ്പൊ അവരും ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെയാണ്, കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, പരിമിതമായ അറിവ് തന്നെയാണ് എന്നുള്ള രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ കുട്ടികൾ കുറെ കൂടെ നമുക്ക് ഇനിയും നിരവധി പരിപാടി നടത്താനുണ്ട്. അതായത് ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടത്തുന്ന ഒരു പരിപാടിയല്ല. അതായത് ഇത് ഇദ്ദേഹത്തിനെ കുറിച്ചുള്ള ക്ലാസ്സുകളോ ടോക്കുകളോ സിമ്പോസിയോ അങ്ങനെ റെഗുലർ ആയിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഫ്രീക്വന്റ് ഇന്റർവെൽസിലൊന്നും നടക്കുന്നില്ല. ഈ മാധവ കോമ്പറ്റീഷൻ എല്ലാ വർഷവും നടക്കുന്നുണ്ട്. അത് കുട്ടികൾ അതിനെക്കുറിച്ച് അവരവെയറാണ്. ഇപ്പൊ നമ്മൾ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലും അങ്ങനെ നമ്മുടെ കോളേജുകളിലൊക്കെ അത് നടക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും വളരെ കാര്യമായിട്ടുള്ള രീതിയിലുള്ള പരിപാടികൾ അധികം നടന്നിട്ടില്ല. ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതിനോട് ചേർത്ത് പറയാനുള്ളതാണ്. നേരത്തെ പറഞ്ഞ മാധവനുമായി ബന്ധപ്പെട്ട സംഗമഗ്രാമ മാധവനുമായി ബന്ധപ്പെട്ട 2 സംഘടനകൾ ഇരിയാലക്കുട കേന്ദ്രമാക്കി ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒന്ന് സംഗമഗ്രാമ മാധവ ഗണിതശാസ്ത്ര പരിഷത്ത്, മറ്റൊന്ന് സംഗമഗ്രാമ മാധവ ഗണിത കേന്ദ്രം. ഇതിൽ സംഗമഗ്രാമ മാധവ ഗണിത കേന്ദ്രം എല്ലാ വർഷവും സെമിനാറുകളും ചർച്ചകളും അതിനോടൊപ്പം തന്നെ മാധവ അവാർഡ് എല്ലാ വർഷവും കൊടുക്കാറുണ്ട്. ഒരു വർഷം ഡോക്ടർ ഗീവർഗീസ് അറിയണം, ഡോക്ടർ ഗീവർഗീസ്, മറ്റൊന്ന് ഡോക്ടർ ചന്ദ്രഭാനു, ഇങ്ങനെയുള്ള ഒരു ISRO-ആയിട്ട് ബന്ധപ്പെട്ട് സ്പേസ് സെന്ററിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്കാണ് കൊടുത്തത്. മറ്റൊരിക്കലും പ്രബന്ധാപനം ഇവിടെ നടത്തിയത് ബോംബെ IIT ഡോക്ടർ രാമസ്വാമി, അദ്ദേഹമാണ് ഇവിടെ അത് നടത്തിയത്. ഇത് 3ഉം നടന്നത് തരനല്ലൂർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലും, മറ്റൊരിക്കലും നടന്നത് കല്ലേറ്റിക്കരയില് മാധവന്റെ ഇരിങ്ങാലപ്പള്ളി മന, മാധവൻ ജീവിച്ചിരുന്നു എന്ന് വിശ്വസിക്കുന്ന സ്ഥലത്തെ ഇരിങ്ങാലപ്പള്ളി മനക്കലാണ്. അതിനടുത്താണ് അദ്ദേഹം വാനനിരീക്ഷണം നടത്തിയെന്ന് പറയപ്പെടുന്ന ക്ഷേത്രവും അതിന്റെ അപ്പുറത്ത് വേറൊരിടത്താണ്. രണ്ട് ഇല്ലങ്ങളിലായിട്ടാണ് നടക്കുന്നത്. ഇവിടെ സെന്റ് ജോസഫ് കോളേജില് പ്രൊഫസർ ലിറ്റി ചാക്കോ, ഡോക്ടർ ലിറ്റി ചാക്കോ മുൻകൈ എടുത്തിട്ട് ഒരു ഇതിനെ കുറിച്ചുള്ള ചരിത്രപരമായ കുറെ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. എനിക്ക് തൊട്ട് താഴെ എന്റെ അനുജൻ ഡോക്ടർ EK നാരായണൻ, അയാൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ മാത്തമാറ്റീഷ്യനാണ്. അപ്പൊ അയാള് ഒരു പഠനം വിസിറ്റിംഗ് പ്രൊഫസറായിട്ട് ജർമ്മനിയിലും പോകേണ്ട ഒരു ആവശ്യം വന്നു. അങ്ങനെ ജർമ്മനിയിൽ മ്യൂണിച്ച് ഒളിമ്പിക്സിൽ നടന്ന വലിയ ഇസ്രായേലിന്റെ ആക്രമണം നടന്ന ഇസ്രായേലിന്റെ കളിക്കാരൊക്കെ പിടിച്ചിട്ട ഒരു വലിയൊരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു അവിടെ. മ്യൂണിക് ഏറ്റവും ലോകത്തിലെ ഏറ്റവും വലിയ ലൈബ്രറികളൊന്നും അവിടെയാണ്, മ്യൂണിച്ച് അവിടെയാണ്. അപ്പൊ അവിടുത്തെ ഏറ്റവും വലിയ ലൈബ്രറികളിൽ അയാൾ അവിടെ പോയി അവിടെ പുസ്തകങ്ങൾ റഫർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ വലിയ വലിയ തടിച്ച പുസ്തകങ്ങൾ ഒരു 10-40 പുസ്തകങ്ങളാണ് മാധവൻ ഗ്രിഗറീസ് സീരീസ് എന്നുള്ള പേരിലുള്ള പുസ്തകങ്ങൾ, വലിയ വലിയ പുസ്തകങ്ങൾ അയാൾ കണ്ടതായിട്ട് അറിഞ്ഞിട്ട് അയാളോടെ അറിയിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അയാളെ അറിയിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, പുതിയ കാര്യമൊന്നുമില്ല. അയാൾ തന്നെ എന്നോട് പറഞ്ഞു, പറഞ്ഞപ്പോൾ അറിയാവുന്ന കാര്യമാണ്, അവിടെ ആ പുസ്തകങ്ങളുള്ളത് ഞങ്ങൾക്ക് അറിയാവുന്നതാണ്. 1960-കളുടെ അവസാന കാലഘട്ടത്തിലോ 70-കളുടെ ആദ്യ ഭാഗത്തിലോ ആ സമയത്തോടെ തോന്നുന്നു ഒരു സായിപ്പ് ഇരിങ്ങാലപ്പള്ളി മനയിൽ വന്നു. ഞങ്ങള് ഒരു 89-90 കാലഘട്ടത്തിൽ ഇരിങ്ങാലപ്പള്ളി മനയിൽ ചെന്ന് ഏതെങ്കിലും വല്ല മാനുസ്ക്രിപ്റ്റ് വല്ലതും ഉണ്ടെങ്കിൽ അതൊന്നും എടുക്കാൻ വേണ്ടി അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു 60-കളുടെ സമയത്ത് ഒരു സായിപ്പ് ഇവിടെ വന്നു, അദ്ദേഹത്തിന് ഞങ്ങൾ അതൊക്കെ എടുത്തു കൊടുത്തു എന്ന് പറഞ്ഞു. ഒന്നും പറയാൻ സാധിക്കില്ല. കാരണം യുക്തിവാദത്തിന്റെയും ഭൗതികവാദത്തിന്റെയും വലിയൊരു വേലിയേറ്റം എല്ലാ നമ്പൂതിരി ഗ്രഹങ്ങളിലും ഉണ്ടായ കാലഘട്ടത്തിൽ അവിടെയും അതുണ്ടായി. ഇനി ഇതൊന്നും കൊണ്ടുവന്നിട്ട് കാര്യമില്ല എന്നുള്ളൊരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതിലെന്താണെന്ന് പോലും പരിശോധിക്കാതെ അവരെടുത്ത് കൊടുക്കുകയാണ് ഉണ്ടായതെന്ന് പറഞ്ഞു. പിന്നീട് അറിഞ്ഞത് അദ്ദേഹമാണ് ഗ്രിഗറി എന്നുള്ള പിന്നീട് അറിഞ്ഞത്. ഇത് എത്രത്തോളം ശരിയാണെന്ന് ആധികാരികമായിട്ടൊന്നുമല്ല ഞാൻ പറയുന്നത്. ഡോക്ടർ K കുഞ്ചുണ്ണി രാജ ഇതിനെക്കുറിച്ച് കുറെ പഠനം നടത്തിയിട്ടുണ്ട്. പിന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലും ബോംബെ IIT-ലും കുറെ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെട്ട ചില കോളേജുകളിൽ മാധവനെ കുറിച്ച് ജർമ്മനിയിലും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. UN തന്നെ അവരുടെ വിദ്യാഭ്യാസ വിഭാഗത്തിൽ മാധവനെ കുറിച്ച് പരാമർശം ഉണ്ട്. എല്ലാ കൊല്ലം ഇവിടെ കൃത്യമായിട്ട് അവാർഡ് കൊടുക്കലും ഒക്കെ നടക്കുന്നുണ്ട്. ഇതിനപ്പുറം ഇരിങ്ങാലക്കുടയിലോ കേരളത്തിൽ തന്നെയോ നമ്മുടെ വിദ്യാലയങ്ങളിലൊന്നും മാധവനെ കുറിച്ച് പഠിപ്പിക്കാനുള്ള ഒരു സംവിധാനം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് പറയേണ്ടി വരും. അത് മാത്രമേ ഇതിനെക്കുറിച്ച് എനിക്കിപ്പോ പറയാനുള്ളൂ. പിന്നെ എനിക്ക് ഈ കോളേജുകൾ ഇരിങ്ങാലക്കുടയിലുള്ള പ്രമുഖ 2 കോളേജുകൾ പറഞ്ഞു. ഒപ്പം തന്നെ പുതുതായിട്ട് ഒരു 5 കൊല്ലത്തിന് 6 കൊല്ലത്തിനുള്ളിൽ തരനല്ലൂർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വന്നിട്ടുള്ള ഒരു കോളേജാണ്. പിന്നെ എനിക്കൊരു സംശയമുള്ളത് ഇവിടെ ഈ കടവയാദി സമ്പ്രദായം അത് സംഗമഗ്രാമ മാധവനോടൊപ്പം വന്നതാണോ
അതോ മതവിന് മുമ്പുള്ളതാണോ എന്നുള്ളൊരു വിഷയം. അതിനുശേഷം വന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്രയൊക്കെ സംസാരിച്ചത് കൊണ്ട് ഒരു ചെറിയ സംശയം ചോദിച്ചോട്ടെ. സംഗമമാധവന്റെ സംഭാവനകൾ സൂത്രരൂപത്തിലാണോ ശ്ലോകരൂപത്തിലാണോ ഗദ്യമായിട്ടാണോ അതേത് നിലയ്ക്കാണ് നമുക്ക് കിട്ടുന്നത്? അതായത് ഇത് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇപ്പോൾ നമുക്ക് കിട്ടുന്ന സ്രോതസ്സുകൾ എന്ന് പറയുന്നത് ലിഖിതമായ നമ്മുടെ സാധാരണ സെന്റൻസുകളായിട്ടാണല്ലോ. പക്ഷേ അദ്ദേഹം എഴുതപ്പെട്ടിരിക്കുന്നത്, ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം ശ്ലോകരൂപത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ്. മറ്റേ വേദിക് അതായത് ശ്ലോകാസ് രൂപത്തിലാണ് അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങളെല്ലാം അദ്ദേഹം എഴുതപ്പെട്ടിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ആ ശ്ലോകങ്ങളുടെ വല്ല സമാഹാരമോ അങ്ങനെ വല്ലതും ഉണ്ടോ? ഒന്നും എനിക്കറിയില്ല. അതായത് അതിനെപ്പറ്റി നമുക്കത് ഇതിനെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന ചരിത്രകാരന്മാരെ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ആൾക്കാരുമായിട്ട് നമ്മൾ കൂടുതൽ സംവദിക്കേണ്ടിയിരിക്കുന്നു സാറേ, അത് മനസ്സിലാക്കാൻ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ഒരു വിഷയത്തില് എൻ്റെ അറിവ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സംഗമഗ്രാമ മാധവൻ എന്ന് പറയുന്ന ഒരു ഗണിതശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ അസ്ട്രോണമർ ഉണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞത് തന്നെ വളരെ അടുത്താണ്. അപ്പോൾ അദ്ദേഹത്തിന് അറിഞ്ഞ സമയത്ത് നമുക്ക് കിട്ടിയ കുറച്ച് വിവരങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. ഇപ്പൊ എനിക്ക് ആധികാരികമായിട്ട് പറയാം. അപ്പൊ ഇതിനെക്കുറിച്ച് പിന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പല സ്ഥലങ്ങളിൽ പഠനം നടക്കുന്നുണ്ടെന്നും. അപ്പൊ ഇനി അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ അറിയണമെങ്കിൽ അവരുമായി സംവദിക്കുകയോ അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും ഒരു ബുക്ക് അല്ലെങ്കിൽ പുസ്തകം നമ്മുടെ കയ്യിൽ കിട്ടിയാലേ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂല്ലോ. ഇപ്പൊ എന്റെ കയ്യിൽ ആസ് നമ്മുടെ ലൈബ്രറിയിലോ അല്ലെങ്കിൽ അതിനകത്ത് അങ്ങനെ ഒന്നും നമ്മുടെ കയ്യിൽ ഇല്ല ഇപ്പൊ. അപ്പോൾ എന്റെ വ്യക്തിപരമായ രീതിയിൽ പറയുകയാണെങ്കിൽ എന്റെ കയ്യിൽ ആധികാരികമായിട്ട് പറയാനില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഒത്തിരി ബുക്കുകളുണ്ട്, 8 ബുക്കുകളോളം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിൽ തന്നെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ എന്താ പറയുക രചനകൾ എന്ന് പറയുന്നത് അഗണിത, ഗ്രഹഗണ, ചന്ദ്രവാക്യാണി, ഗോളവേദ, ലഗ്ന പ്രഖ്യാസന, മധ്യാത്മന്യായക പ്രകാര, മഹാജ്ഞാനയാന പ്രകാര, അങ്ങനെ കുറെ ഒരു വെൺവരോഹ, അങ്ങനെ ഒരു 8ഓളം പുസ്തകങ്ങൾ അദ്ദേഹത്തിന്റെ പേരിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇതിന്റെയൊക്കെ കോപ്പികളൊക്കെ എവിടെയാ അവൈലബിൾ അതൊന്നും നമുക്ക് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അതൊക്കെ കിട്ടിയാലേ നമുക്ക് ആധികാരികമായിട്ട് കൂടുതലായിട്ട് അതിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. പക്ഷേ സൂത്രരൂപത്തില് ഗണിതശാസ്ത്രം ആദ്യം അവതരിപ്പിച്ചിട്ടുള്ളത് വേറൊരു ഫീൽഡിൽ, അതായത് മാത്തമാറ്റിക്സ് അല്ലാത്തൊരു ഫീൽഡിൽ അതിപ്രശസ്തനായിരിക്കുന്ന പിംഗളാചാര്യരാണ്. പിംഗളാചാര്യര് ഒരു സൂത്രവാക്യം പറഞ്ഞിട്ടുണ്ട്, ഏകോനേന അധികേന നിചിറത്ത് ഭൂരിജവും. അതായത് ഒന്ന് കുറഞ്ഞ് വന്നാൽ അതിന് നിചിറത്ത് എന്നും ഒന്ന് കൂടുതൽ വന്നാൽ അതിന് ഭൂരിക് എന്നും. സംസ്കൃത പുസ്തകങ്ങൾക്ക് അക്ഷരം വളരെ നിർബന്ധമാണെങ്കിലും അത് ഒന്ന് കുറഞ്ഞു വരാം, ഒന്ന് കൂടുതലായിട്ട് വരാം. അങ്ങനെ വരുമ്പോൾ നിചിറത്തെന്നും ഭൂരി എന്നും പറയാം എന്ന് ഛന്ദശാസ്ത്രത്തിൽ പറഞ്ഞു. അപ്പോൾ കഥ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ചോദിച്ചു, അന്ന് ഇതിപ്പോ ഛന്ദശാസ്ത്രമാണോ പറഞ്ഞത് അതോ ഗണിതശാസ്ത്രമാണോ? അതെന്താ അങ്ങനെ ചോദിച്ചാൽ ഈ അടുത്ത കാലത്ത് പിംഗളാചാര്യരുടെ കാലത്തിനോട് താരതമ്യം ചെയ്യുമ്പോൾ അടുത്ത കാലത്ത്, അതായത് 300 വർഷങ്ങൾക്ക് മുമ്പ് ഈ പാശ്ചാത്യ ഗണിതശാസ്ത്രത്തിലെ ഒരു തിയറി കണ്ടുപിടിച്ചു. x+a × x - a = x² - a². ഈ സാധനമാണ് പിംഗളാചാര്യന്റെ അനേകം നൂറ്റാണ്ടുകൾ മുമ്പ് പറഞ്ഞത്. അധികേന നിചിറത്ത് ഭൂരിജോ ഏകോനേന x-1 അല്ലെങ്കിൽ x-a അധികേന x+1 or x+a = നിചിറത്ത് ഭൂരിജവും. ഇങ്ങോട്ട് താഴ്ത്തിയെടുക്കുക, അതായത് ആകെ കിട്ടുന്ന തുകയിൽ നിന്നും മറ്റൊരു കുറയ്ക്കുക. അപ്പോൾ x² - a² എന്നാണ് ഇത്. ഇങ്ങനെ ഇത് ശിഷ്യന്മാർക്ക് മനസ്സിലായി. ശിഷ്യന്മാരെ ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ശാസ്ത്രമേക സമ്പൂർണ്ണമാണ്. ശാസ്ത്രമായിക്കഴിഞ്ഞാൽ അത് വളരെ സമ്പൂർണമായിരിക്കണം. അത് ഒരു ഫീൽഡിലേക്ക് മാത്രം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ശാസ്ത്രമേവ സമ്പൂർണ്ണം എന്നുള്ളതാണ്
ശങ്കരാചാര്യരുടെ 4ാമത്തെ സൂത്രം. ആ ശാസ്ത്രം സമ്പൂർണ്ണമാണ്. ഈ ശബ്ദശാസ്ത്രം മുഴുവൻ സമ്പൂർണ്ണമാണ്. ഇതിൻ്റെ അപ്പുറത്തും നമുക്ക് വൃത്തങ്ങളൊന്നും കാണാൻ പറ്റില്ല എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് ഞാൻ ചോദിച്ചത് ഇതേമാതിരി സൂത്രവാക്യങ്ങളായിട്ടാണോ? അതാണ് ഞാനിപ്പോ കണ്ട ഇപ്പൊ സീരീസ് എക്സ്പാൻഷൻ ഞാൻ പറഞ്ഞല്ലോ, ട്രിഗണോമെട്രിക് സീരീസ് എക്സ്പാൻഷൻ ഒക്കെ നമ്മുടെ മാധവ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. അതൊക്കെ ഇതുപോലെ തന്നെയാണ്. വളരെ വേഴ്സസ് അല്ലെങ്കിൽ ശ്ലോക രൂപത്തിലൊക്കെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അതിന്റെ ആദ്യ പദം ഇങ്ങനെയാണ്, അതിനുശേഷം ഇങ്ങനെ വരും, അങ്ങനെയാണ് ഞാൻ കണ്ടത്. അപ്പൊ ഇതൊക്കെ നമുക്ക് കിട്ടിയ സ്രോതസ്സാണ്. പക്ഷേ ആധികാരികമായി അദ്ദേഹം എഴുതി വെച്ചത് എന്താണ് എന്ന് ഇപ്പോഴും നമുക്കറിയില്ല. കാരണം നമുക്ക് അതിനുള്ളൊരു ഇത് കിട്ടിയിട്ടില്ലല്ലോ. പിന്നെ 14ാമത്തെ എന്ന് പറയുന്ന ഭാഗേന അതിഭാഗികേനാണ്. അത് ഈ പാർഷ്യൽ ഡിഫറൻസിയേഷന്റെ ഭാഗികമായിട്ട് നിർദ്ധാരണം ചെയ്യാം. ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സമവാക്യത്തിൽ ഏതെങ്കിലും ഒന്നിനെ മാത്രം ഒരു വേരിയബിളിനെ മാത്രം ബേസ് ചെയ്തിട്ട് ഇതിൻ്റെ നിർദ്ധാരണം അങ്ങനെ എടുക്കുന്നതിന് പാർഷ്യൽ ഡിഫറൻസിയേഷൻ എന്നാണ്. അതിനെ മുഴുവനായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ കൂട്ടി വീട്ടിൽ പോകണം. നമുക്ക് പറഞ്ഞ ഫോർമുലാസ് ഉണ്ട്. അത് വെച്ചിട്ട് ഇതിന് എന്ന് പറഞ്ഞ അതാണ് സാറേ നമ്മളിപ്പോ പറഞ്ഞത്. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ പഠിക്കുന്നതെല്ലാം സീരീസുകളുടെ പേരുകളെല്ലാം പാശ്ചാത്യ ശാസ്ത്രജ്ഞന്മാരുടെ പേരുകളിലാണ് നമ്മൾ പഠിച്ചിരിക്കുന്നതും നമ്മളിപ്പോ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതും എല്ലാം അത് തന്നെയാണ്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ കുറെ കൂടെ നമ്മൾ അതിലേക്ക് ഇറങ്ങി ചെല്ലുകയും അതെന്താന്ന് വെച്ചാൽ നമുക്ക് ആധികാരികമായി പറയാനുള്ള ഇതില്ലാത്തത് കൊണ്ടാണ്. അതുപോലെ എനിക്ക് തോന്നുന്നു അന്നുണ്ടായ ഭാഷയുടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും. കാരണം അന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന ഒരു ഭാഷയിലേക്ക് നമ്മുടെ ഈ കണ്ടുപിടുത്തങ്ങളൊന്നും എത്തിപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ടാകാം അങ്ങനെ നമ്മൾ അറിയപ്പെടാതെ പോയത്. ആക്ച്വലി 200 വർഷം നമ്മൾ അവിടെ യൂറോപ്പില് അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളില് ഈ സംഭാവനകൾ ഉണ്ടാവുന്നതിന് 200 വർഷം മുമ്പ് നമ്മുടെ ഇവിടെ ഇത് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കേരളം വിജ്ഞാന സംഗ്രഹത്തിന് മാത്രമല്ല, നമ്മുടെ ഭാരതീയ ഗണിതശാസ്ത്രജ്ഞന്മാര് തന്നെ അതിനുവേണ്ടി ഒത്തിരി സംഭാവനകൾ നൽകിയിട്ടുണ്ട്. പക്ഷെ ഇത് അറിയപ്പെടാതെ പോയി എന്നുള്ളത് നമ്മുടെ ഒരു നിർഭാഗ്യമാണ്. അതിലെ ഒരു ഘടകം ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ഒരു ഭാഷയുടെ ഒരു പ്രശ്നമായിരുന്നു എന്നുള്ളതാണ്. അത് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ആ ഒരു പ്രശ്നം നമുക്ക് കുറെ കൂടെ ലഘൂകരിക്കാൻ പറ്റുമായിരിക്കാം. കുറെ കൂടെ നമ്മൾ അതിനെപ്പറ്റി ആധികാരികമായി അറിയുകയും അതിൽ കൂടുതൽ പഠനങ്ങൾ നടക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു അന്തരം നമുക്ക് മനസ്സിലാവുകയും ചിലപ്പോൾ ഇതൊക്കെ റീഡിഫൈൻ ചെയ്ത് ഇന്ന ആളുടെ പേരിലേക്ക് മാറ്റണം എന്നൊക്കെ നമുക്ക് ചെയ്യപ്പെട്ടേക്കാം. നമ്മൾ അതിനുള്ള ശുഭാപ്ത വിശ്വാസത്തോടുകൂടെ മുന്നോട്ട് പോകാം. ഇരിങ്ങാലക്കുടയിലെ പ്രമുഖരായിട്ടുള്ള ശാസ്ത്രത്തില് പ്രമുഖരായിട്ടുള്ള വ്യക്തികളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ പത്മിനി എന്ന് പറഞ്ഞിട്ട് ഇരിങ്ങാലക്കുടയിലെ ഒരു വ്യക്തി വട്ടപ്പറമ്പിൽ ഗോപാല മേനോന്റെയും എടക്കാട്ടിൽ ജാനകിയമ്മയുടെ മകളാണ്. 1961 DRDOയില് ജോയിൻ ചെയ്തതാണ്. അവര് സയന്റിസ്റ്റ് ആണ്. അവര് എക്സ്പ്ലോസീവ് വെപ്പൺസിന്റെ ഇതില് ഡെവലപ്മെന്റിലാണ് അവര് സ്പെഷ്യലൈസ് ചെയ്തത്. റഷ്യയിൽ നിന്നൊക്കെ വന്നിട്ടുള്ള മിസൈൽസ് ഇന്ത്യൻ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാക്കി മാറ്റുന്നതിന് അതിന്റെ നേതൃത്വം വഹിച്ചത് ഈ പത്മിനിയാണ്. അവരിപ്പോഴും ഇരിങ്ങാലക്കുട കൊടുമാണിക്ക അമ്പലത്തിന്റെ അടുത്ത് താമസിക്കുന്നുണ്ട്. അത് കൂടാതെ ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ ഈ സുവർണം ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഇരിങ്ങാലക്കുടയിലെ പഞ്ചരത്നങ്ങളായിട്ടുള്ള പഞ്ചവനിതാ രത്നങ്ങളാണ്. അതിൽ ആദ്യത്തെ നിലവിളക്ക് തെളിയിച്ചത് ഈ പത്മിനിയാണ്. അതും കൂടി ഈ അവസരത്തിൽ പറഞ്ഞു. ലോകപ്രസിദ്ധമായ പല മാത്തമാറ്റിക്കൽ തിയറികളിലും വിദേശികളുടെ പേരുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ മാധവ-ഗ്രിഗറി തിയറി എന്നുള്ള ഒരു പേര് നെയിമാണ് ഇപ്പോൾ പലയിടത്തും ഉപയോഗിച്ച് കാണുന്നത്. ലൂൺസ് ഓഫ് എ പീകോക്ക് എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. അതിൽ അൺഅക്കാഡമിക് ടാലന്റുകളെ കുറിച്ചുള്ള ഒരു റെഫറൻസില് സംഗമഗ്രാമ മാധവനെ കുറിച്ച് പറയുന്നുണ്ട്. യൂറോപ്യൻസ് 400 വർഷത്തിന് ശേഷം പറഞ്ഞ കാര്യങ്ങൾ ഇദ്ദേഹം 17ാം നൂറ്റാണ്ടിൽ പറഞ്ഞത് ഇദ്ദേഹം 13ാം നൂറ്റാണ്ടിൽ പറഞ്ഞു എന്നാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. അതുകൂടാതെ കേരളത്തിന്റെ തന്നെ സംഭാവനയായിട്ട് നമുക്ക് ഞാറ്റുവേല കൺസെപ്റ്റ് ഉണ്ട്.
ഈ ഞാറ്റുവേല 27 കർഷകന്മാർക്ക് കലണ്ടർ ഉണ്ടാക്കാൻ സഹായിച്ചത് സംഗമഗ്രാമ മാധവന്റെ ഈ നക്ഷത്രങ്ങൾ ഇന്ന സമയത്ത് ഇന്ന സ്ഥാനത്തായിരിക്കും എന്നുള്ള ഒരു കണ്ടെത്തലായിരുന്നു എന്നുകൂടി ഇവിടെ കൂട്ടിച്ചേർക്കുക. ഇത് കൂട്ടിച്ചേർത്തുന്നേ കുറവ് പറഞ്ഞാൽ കൂട്ടിച്ചേർത്തതാണ് കേട്ടോ. അപ്പൻഡ് ചെയ്തിട്ട് എഴുതും. ഇത് നമുക്ക് സന്തോഷിക്കാനുള്ള ഒരു കാര്യം, ഇരിങ്ങാലക്കുടക്കാരന്റെ ആദ്യത്തെ ലോകപ്രസിദ്ധനായ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അതൊരു ശാസ്ത്രജ്ഞനായിരുന്നു. ഇപ്പോ തൊട്ടടുത്ത് വളരെ കറന്റ് അറിയപ്പെടുന്ന ആളും ശാസ്ത്രജ്ഞൻ തന്നെയാണ്. പക്ഷെ ഈ രണ്ട് ശൃംഖങ്ങൾക്ക് ഇടയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില ഒരു വ്യക്തിത്വത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തും. കുടമണി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ ഭാഗത്ത് താമസിക്കുന്ന രാമചന്ദ്രൻ TN രാമേന്ദ്രൻ എന്ന് പറയുന്ന അദ്ദേഹം ഇപ്പോ വേദിക് മാത്തമാറ്റിക്സിലും അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് ബാലികേറാമലയാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാര് 1 മണിക്കൂർ അദ്ദേഹവുമായിട്ട് സംസാരിച്ചാൽ അദ്ദേഹം മാത്സ് ആണ് ഏറ്റവും എളുപ്പമുള്ള വിഷയം എന്ന് ബോധ്യപ്പെടുത്തി മനസ്സിലാക്കി തരുന്ന ഒരു വ്യക്തിയെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നേരത്തെ പറഞ്ഞതിൽ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നത്, ഇവിടെ രാമേന്ദ്രൻ സാറ് അദ്ദേഹം സംഗമം ഗ്രാമമാധവനെ കുറിച്ച് ധാരാളം ഡീറ്റെയിൽ കളക്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം തന്നെ കളക്ട് ചെയ്തിട്ടുണ്ട്. വേദിക് മാത്തമാറ്റിക്സ് ആയിട്ട് ബന്ധപ്പെട്ട കുറെ വർക്കുകളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ കഥകളി ക്ലബിന്റെ കേട്ടുഷാനി കഥകളി ക്ലബിന്റെ എക്സിക്യൂട്ടീവിലുള്ള EK വിനോദ് വാര്യർ വേദിക് മാത്തമാറ്റിക്സിനെ കുറിച്ചിട്ട് പുസ്തകം എഴുതിയിട്ടുണ്ട്. സംഗമ ഗ്രാമമാധവനെ കുറിച്ച് ആധികാരികമായിട്ട് പഠിച്ചത്. കേരളത്തിലുള്ള വർക്കുകളെ കുറിച്ച് ഞാൻ പറയാം. നിലമ്പൂര് കരുവാരക്കുണ്ട് സ്കൂളിലെ വിനോദ് മാസ്റ്റർ സ്വദേശി സയൻസ് മൂവ്മെന്റിന്റെ ഉപഘടകമായ മാധവഗണിത കേന്ദ്രത്തിന്റെ സംസ്ഥാന കാര്യദർശിയായിട്ട് വർക്ക് ചെയ്യുന്ന വിനോദ് മാസ്റ്റർ സംഗമ ഗ്രാമമാധവന്റെ വർക്കുകളും അദ്ദേഹത്തിന്റെ ജീവിതവും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പുസ്തകം ഏകദേശം 2002-2003 കണ്ട് അത്തരം ഒരു പുസ്തകം അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ആധികാരികമായിട്ട് ഇതിനെ കുറിച്ച് പഠനം നടത്തിയ മറ്റ് ആൾക്കാരും ഡോക്ടർ VP നമ്പൂതിരി അദ്ദേഹം ഒരു പുസ്തകം രചിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ കൊന്തേക്കണ്ടത്ത് നാരായണകുട്ടിമന്റെ മകള് ഡോക്ടർ PN പ്രഭാവതി സംഗീതജ്ഞ, അവരുടെ ഹസ്ബൻഡ് ഡോക്ടർ അനന്തനാരായണൻ എന്നാണ് പറയാം. നമ്മൾ കണ്ണൻ എന്ന് പറയുന്ന ജ്യോതിഷിക്കുന്ന ആള്. അനന്തതയിലേക്കുള്ള ശ്രേണി എന്ന് പറയുന്ന ഒരു പുസ്തകം ഈ സംഗമ ഗ്രാമാധവന്റെ വർക്കുകളെ ക്രോഡീകരിച്ചുകൊണ്ട് അദ്ദേഹം അത്തരം ഒരു പുസ്തകം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇത്രയും വിവരങ്ങളാണ് ഇപ്പോൾ ഇതിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. കഥകളി ക്ലബിന്റെ സുവർണ്ണ ജൂബിലിയായി ബന്ധപ്പെട്ട് നടപ്പാകുമെന്നാരെ ചിന്തിക്കുന്നതോടൊപ്പം തന്നെ സാംസ്കാരിക ഭൂമികളെ ഗണിതവും ശാസ്ത്രവും കേന്ദ്രീകരിച്ച് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇത്രയധികം ഡാറ്റ കളക്ഷനും വിവരങ്ങളും സൂചിപ്പിച്ചുകൊണ്ട് ഇത്ര നേരം സംസാരിച്ച ഡോക്ടർ സവിതയോട് ഡോക്ടർ KM പിഷാരടി സ്മാരക കഥകളി ക്ലബിൻ്റെ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഒരുപക്ഷെ അക്ഷയകത്തെ മന്ത്രവും സമ്പാദിക്കാനായി ബാബുകൾ തേടി അറിയുന്ന പോലെ ആ ഒരു ഗണിതം, ആ ജ്ഞാനം, ആ ഒരു അറിവ് നടചരിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഈ ഒരു ഗണിതശാസ്ത്രവും എന്തുകൊണ്ടും അനുഗുണമാകുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ആദരിക്കുന്നതിനായിട്ട് ക്ലബ്ബ് അംഗമായിട്ടുള്ള മനീഷ് സാധനം ക്ഷണിക്കുന്നു.